ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ ഗ്രാൻഡ് മോസ്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മളിന്ന് ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നടന്നു തുടങ്ങി കേട്ടോ, കാരണം നമുക്ക് അധികം സമയമില്ല. കാരണം ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകണം. ഇവിടുന്ന് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ കാർ പാർക്കിംഗ് ഏരിയയിലാണ്. ഇവിടുന്ന് ഇനി ഉള്ളിലോട്ട് പോകുന്ന ഏത് വഴിയിലാണെന്ന് നമ്മൾ നോക്കണം. നമുക്ക് ചെറുതായിട്ട് വഴിയും തെറ്റിപ്പോയി. നമ്മൾ നിന്ന സ്ഥലത്തു നിന്നായിരുന്നു അകത്തോട്ട് എൻട്രി ചെയ്യേണ്ടത്. നമ്മൾ പോയ സ്ഥലം എന്ന് പറയുന്നത് അത് നമസ്കരിക്കാൻ കയറുന്ന മാത്രമുള്ള ഏരിയ ആണ്. അത് പ്രത്യേക ഒരു റൂമാണ്. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യേണ്ടത് എനിക്ക് ആ ഒരു നീല കവാടം വഴിയാണ് ഫ്രണ്ടിലോട്ട് കയറേണ്ടത്. നല്ല വെയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എത്രത്തോളം ഡാർക്കായിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ നടക്കല്ലേ, ഈ വെയിലത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് അതുവഴി കയറിയിട്ട് ഇറങ്ങി എല്ലാം കണ്ടിട്ട് നമസ്കരിച്ചിട്ട് വേണം തിരിച്ച് നമുക്ക് റൂമിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ആ വഴി വേണം പോകാനായിട്ട്. അങ്ങനെ പോയി താഴത്തോട്ട് ഇറങ്ങണം. ഇത് പറഞ്ഞ പോലെ വെയിലുണ്ട്, വെയിലത്തൂടെയാണ് ഞാൻ ഈ നടക്കുന്നതൊക്കെ. നമുക്ക് ഇവിടുന്ന് വേറൊരു 1-2 സ്ഥലത്തോട്ടും കൂടി പോകാനൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഈ എത്ര നന്നായാലും എൻ്റെ ഇന്ന് ഈ എന്നുള്ള സൗണ്ട് മാത്രം നമുക്ക് മാറത്തില്ല. അപ്പോൾ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. അത് ഇതിന് ചുറ്റും കുറച്ച് പക്ഷികൾ ഇരിപ്പുണ്ട്. ഇത് വെള്ളം, ഞാൻ ആദ്യം ഓർത്ത് കുമ്പള വരുന്ന മീനാന്ന് വെച്ച് ഇരിക്കുകയായിരുന്നു, പക്ഷെ അല്ല. അപ്പോൾ ഇതുവഴി വേണം നമുക്ക് ഇറങ്ങാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഗ്രാൻഡ് മോസ്കിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വഴി നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കിനി ഈ വഴി ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോഴേ നമുക്ക് ഈ വഴി അങ്ങോട്ട് നടക്കാം. ഇത് എങ്ങനെയാണ് ഈ വഴി ഈ വഴി കിടക്കാം. ഇവിടെ നല്ല സുഖമുണ്ട് കേട്ടാ. ആയിവ എൻ്റെ അകത്ത് കയറിയപ്പോൾ ചൂട് അറിയുന്ന പോലും ഇല്ല കേട്ടാ. ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ എഴുതിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അതൊരു സെക്യൂരിറ്റി നടന്നു കേട്ടാ വഴി. ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അടിയിലോട്ട് ഇറങ്ങണം കേട്ടാ. ഇവിടെ അടിയിൽ കുറേ ഇതൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കുറേ സംഭവങ്ങൾ കയറി വരുന്നുണ്ട്. ഓ അതൊന്നും എത്ര നോക്കിയിട്ടും മാറുന്നില്ല. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ലൊരു ആശ്വാസം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇത്ര നേരം വെയിലത്തൂടി നടന്നുകൊണ്ടായിരിക്കണം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയത്. നമുക്ക് ഇട്ടുണ്ട് ഇതുവഴി അതൊക്കെ ഒന്ന് നടന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞ എസ്കലേറ്റർ നടക്കണ്ട, നമ്മൾ നിന്ന് എടുത്താൽ മതി, അങ്ങ് പൊക്കോളും. എസ്കലേറ്റർ വഴി താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രസം, കുറേ ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഷോപ്പും കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു കരവര സൗണ്ട് നമുക്ക് കാണും. ഞാൻ ഇതുവരെയായിട്ടും മൈക്ക് യൂസ് ചെയ്തിട്ടില്ല, കാരണം മൈക്ക് വേണ്ടാന്നാണ് വെച്ചത്. നമുക്ക് ഇതുവഴി എങ്ങോട്ടാണ് കൊണ്ടുവന്നൊരു വീടില്ലല്ലോ പഠിച്ചവനെ. ഇവിടെ ഒരു ഇതുണ്ട്, അവിടെ ഒരു അറബി ഇപ്പോൾ ഉണ്ട്. ഇവിടെ കോഫി ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏത് വഴിയാണ് പോകേണ്ടതെന്നൊരു പിടിയില്ല. ഇതാണ് ഈ ഫസ്റ്റ് ടൈം സ്ഥലത്ത് വന്നുള്ള ഒരു സ്ഥിതി. ഇതാണ് ഫസ്റ്റ് ടൈം ഒരിടത്ത് വന്നുള്ള സ്ഥിതി ഇതാണ്. കാരണം നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ഒരു പിടിയില്ല. വഴി അങ്ങോട്ട് നടന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരു വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നു നോക്കി അവിടെ ഇടക്ക്. ഒരു വണ്ടി അവിടെ ഇടക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്.
ഇനി ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വന്നിട്ട് നമുക്ക് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ടായിരുന്നു. നമുക്ക് വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കട്ട് ചെയ്തു ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കയറിയപ്പോൾ എന്തൊക്കെയോ വീഴുന്നു വെളിയിൽ നിന്ന്. എന്താണെന്നറിയത്തില്ല കേട്ടാ, എന്തൊക്കെയോ വീഴുന്നുണ്ട്. അതാ ഇനി ആ വഴി നമ്മൾ കടത്തി വിടുകയോ ഇല്ലോ എന്നറിയത്തില്ല കേട്ടാ. നമുക്കെന്തായാലും ഒന്ന് നോക്കാം. കുറേ ആൾക്കാരവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ആ വഴി കടത്തി വിടുമോ നോക്കാം. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നപ്പോഴേ അങ്ങോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഒരു എൻട്രി പാസ് എടുക്കണം. അപ്പോൾ അവിടെ നിന്നാണ്ടാണ് എടുക്കുന്നത് പാസ്. നമുക്ക് അങ്ങോട്ട് നടക്കുകയാണ് ഞാൻ പതുക്കെ. നമുക്കേ പാസ് എടുക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കണം. കാരണം ഒന്നാമത്തെ കാര്യം കൈവേദന എടുക്കുന്നു. കുറേ നേരമായിട്ട് മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എവിടെയാ നോക്കണം. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്കെന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല. കാരണം കൈവേദന എടുക്കുന്നുണ്ട്. കാരണം മൊബൈൽ നല്ല വെയിറ്റ് ഉണ്ട്. കാരണം അതുകൊണ്ട് ഇടയ്ക്ക് കൈവേദന എടുക്കുന്നുണ്ട്. അങ്ങനെ മോസ്ക് ലൈബ്രറി കുറച്ച് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അന്നത്തെ കൈവേദന എടുക്കുന്നുണ്ട്. നേരെ ചൊവ്വേ പിടിക്കാൻ പറ്റുന്നില്ല മൊബൈൽ. പാസ്സൊക്കെ എവിടെ എടുക്കണമെന്ന് ഒരു പിടിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം എവിടെ നിന്നാണ് പാസ് എടുക്കണമെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ താഴ്ന്നു പോകുന്നുണ്ട് കേട്ടോ കയ്യിൽ നിന്ന്. കാരണം കൈവേദന എടുക്കുന്നുണ്ടേ. ഇതേ ജിമ്പലുണ്ട്, പക്ഷേ എന്നാലും നമുക്കൊന്ന് കയ്യിലൊന്ന് പിടിച്ചൊന്ന് ഇടയ്ക്ക് നോക്കണം. കാരണം അതിൻ്റെ കാന്തം മൊബൈലുമായിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നല്ലപോലെ ഹീറ്റാകുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എവിടെയുണ്ടാണ് ഞാനത് നോക്കട്ടെ. നമുക്കൊരു എൻട്രി പാസ് എടുക്കാണ്ടായിരുന്നു. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ കുഴപ്പമൊന്നുമില്ല. കൈ ഇടയ്ക്ക് താഴ്ന്നു പോകുന്നുണ്ട്. കാരണം കൈവേദന എടുക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ജിമ്പലിലോട്ട് മാറ്റാം. അതാണ് നല്ലത്. അതിന് ശേഷം ഞാൻ വരാം. അപ്പോഴേ നമ്മളത് മൊബൈൽ ജിമ്പലിലോട്ട് വെച്ച്. കാരണം എനിക്ക് കൈവേദന എടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് താഴ്ന്നു പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പുതിയതായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാതെ വരുന്നതാണ് ഈ പ്രശ്നം. എന്നുള്ളതിലൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം ഒന്നാമത്തെ ഒറ്റക്കാണ്. കാരണം ഈ സോളോ ട്രിപ്പ് നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ടൊക്കെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഒന്നും ആരും ഇല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ അതൊരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ല അതിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, പാസ് കാണിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല എക്സ്പെൻസീവാണ്. ഫുഡും മറ്റുള്ള കാര്യങ്ങളും എല്ലാം എക്സ്പെൻസീവാണ്. ഇപ്പോൾ പ്ലെയർ ടൈമായി. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ്. അത് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ജിമ്പൽ ഇത്രയും നാളായിട്ട് മര്യാദക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കുറേ കടകളുണ്ട്. പിള്ളേർക്കുള്ളതും വലിയവർക്കുള്ളതായിട്ടുള്ള കുറേ കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ജിമ്പൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട്. കണ്ണിടയ്ക്ക് ക്യാമറയിലോട്ട് വരുന്നില്ല, ഇടയ്ക്ക് വെളിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത്രയും
കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അപ്പം നമ്മൾ എൻ്റർ ചെയ്ത് ആ വഴി നമുക്ക് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കിങ് മീൻസ് അങ്ങനെയല്ല, അവർ ഈ പാസ് ചെക്ക് ചെയ്യും, പിന്നെ അവരുടെ നേരെ വീഡിയോ എടുക്കൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരെ വീഡിയോ എടുക്കാൻ നിന്നൊന്നുമില്ല, ജസ്റ്റ് എൻട്രി പാസ് കാണിച്ച് അകത്തോട്ട് കയറി വഴി വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്, ഞാൻ കാണിച്ചു തരാം. ഇത് കുറേ കാര്യമുണ്ട്, അവിടെ കുറേ ഗൈഡുണ്ട്. അപ്പോൾ ആ ഗൈഡ് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം എന്താ കാര്യങ്ങളെന്നൊക്കെ. നമുക്കിനി ആ വഴി അങ്ങോട്ട് നടക്കാൻ പറ്റും. ഈ വഴി ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകും. അവിടെ എനിക്കൊന്ന് ഷോപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇതിങ്ങനെ വരായിരുന്നല്ലേ. മോസ്ക് അപ്പുറം റൂട്ടാണ്, നമ്മളിപ്പോൾ മോസ്കിൻ്റെ റൂട്ടല്ല, വേറെ ഏതോ ഷോപ്പുകളുള്ള ഏരിയ ആണ്. പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ടെന്ന് എനിക്കും മനസ്സിലായി. വീഡിയോ ഇടയ്ക്ക് സൂമാക്കി ക്ലീനിങ്ങായി പോകുന്നുണ്ട്. ഇങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ല, കാരണം അത് മോസ്ക് ഏരിയ അല്ല. അങ്ങോട്ട് നമുക്ക് കൊണ്ടുവരണം, തിരിച്ചു കിടക്കാം, അതാണ് നല്ലത്. നമുക്ക് ആദ്യം മോസ്കിൻ്റെ ഇതിലോട്ട് പോകും. മോസ്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പോവാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഈ പഠിച്ചിട്ട് വരണം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടാകുന്ന അറിയത്തില്ല, കാരണം ഒന്നാമത് മൈക്കില്ല, മറ്റൊന്ന് പള്ളി ഏരിയ ആയതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഒച്ച വെക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു സ്റ്റിയറിംഗ് ഉണ്ട് കേട്ടോ, അതാ കുറച്ച് തിരിച്ച് കളിക്കുന്നുണ്ട്. എന്താ സംഭവം അറിയത്തില്ല. ഇനി പ്രസ് അറിയില്ല എന്താണ്. നമുക്ക് പള്ളി ഇങ്ങനെയാണ് കയറുന്നത്. നമുക്ക് ഇവിടെ കുറേ ഫോട്ടോസുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കണം എന്നില്ല, പള്ളി ഏരിയയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ. നമ്മൾ പള്ളീൻ്റെ അകത്ത് കയറി, പള്ളീൻ്റെ അകത്തല്ല, നടക്കുന്നൊരു വഴി കയറി. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ, അകത്തോട്ട് കയറി നമുക്ക് എടുക്കാൻ പറ്റില്ല ഫോട്ടോസും വീഡിയോസൊന്നും നമുക്ക് അകത്ത് കയറി എടുക്കാൻ പറ്റില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോസ്ക്. കാരണം നമ്മൾ അകത്തോട്ട് കയറി ഒരുപാട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറിയത്. ഇനി നമുക്ക് അവിടെ ഒരു ഗാലറി ഉണ്ട്, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ നോക്കാം. വെയിലുണ്ട്, നമുക്ക് അകത്തോട്ട് പോകാം, അല്ല വേറെ വഴിയില്ല. വേണ്ട, ഇതാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു വ്യൂ. ഇതാണ് ഞാൻ നിൽക്കുന്ന വെയിലത്താണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. കാരണം നിൽക്കുന്ന സ്ഥലം നല്ല വെയിലാണ്. തലയിൽ തൊപ്പി എന്തോ ഭാഗ്യത്തിന് മേടിച്ചുകൊണ്ട് അത് യൂസായി. ഇവിടെ കുറേ ഫോട്ടോ ഈ എടുക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് നമുക്കിനി ഒന്ന് അകത്തോട്ട് കയറാം. അവിടെ ഫുള്ള് ഫോട്ടോ എടുക്കാം കേട്ടോ. ഫോട്ടോസിൻ്റെ ഏരിയ ആയി മാറിയതിപ്പോൾ. പള്ളിയാണ്. ഇപ്പോൾ ഈ കയറുന്നവരൊക്കെ പല പല നാട്ടിൽ നിന്നുള്ളവരാണ്. അവരെല്ലാം പർദ്ദ ധരിപ്പിച്ച് തല മറച്ചതിന് ശേഷമാണ് പള്ളീൻ്റെ അകത്തോട്ട് അവർ കയറ്റുന്നത് തന്നെ.
ഈ ഷോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ടവരെ കയറ്റുന്നില്ല പള്ളീൻ്റെ അകത്തോട്ട്. അങ്ങനെ എന്താ പറയുക, ഈ കുറേ കാലം ആഗ്രഹം കൊണ്ടു കിടന്നിട്ട് അത് ലാസ്റ്റ് സാധിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് പൊളി. എന്തായാലും അടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കാണാൻ പറ്റിയിട്ടുണ്ട്. പള്ളി ആയതുകൊണ്ട് തന്നെ മൈക്ക് ഇല്ല, അവർ ചെക്ക് ചെയ്തപ്പോൾ മൈക്ക് ഓൾറെഡി ഒരെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഐഫോണിൻ്റെ ആയിരുന്നു. ഒന്നും അവർ യൂസ് ചെയ്യാൻ ഇതാക്കിയില്ല, അതായത് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, അവർ കയറ്റി വിട്ടു. എൻ്റെ 1-2 സാധനങ്ങൾ അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അവരൊരു പാസ് തന്നിട്ടുണ്ട്, ആ പാസ് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചാൽ തരും. കാരണം എവിടെ പോയാലും അതും കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് മോസ്കിൻ്റെ അകം. ഇവിടെ കുറേ ഫാമിലീസ് ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് അവർക്ക് നേരെ ക്യാമറ തിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ പോകണം. നമ്മൾ 1-2 സ്ഥലങ്ങൾ കാണണമെന്ന് പറഞ്ഞാണ് ഇന്ന് വന്നത്, പക്ഷേ ഒന്നും നടന്നില്ല. ഇനി ഇവിടുന്ന് ഇനി അടുത്ത് ഇനി ഇങ്ങോട്ടാണ്. അങ്ങോട്ട് നടക്കാം. കുറേ ഫാമിലീസ് നിൽക്കുന്നുണ്ട്. എനിക്ക് അവർക്ക് നേരെ ക്യാമറ ഇരിക്കാൻ പറ്റില്ല, കാരണം അറബികളാണ്, പിന്നെ വേറെ അന്യനാട്ടിലുള്ള ടീംസും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി നോക്കിയും കണ്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. ചെറിയൊരു ഡ്യൂറേഷൻ നോക്കിയാണ് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ലെങ്തായി കഴിഞ്ഞാൽ എനിക്കും ഇടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇങ്ങോട്ട് നടന്നിട്ടൊക്കെ ഒന്ന് വരാം. 1-2 ഫോട്ടോസ് ആരെങ്കിലും കൊണ്ടൊക്കെ എടുപ്പിക്കാം. അപ്പോൾ നമ്മൾ നടക്കുക കേട്ടോ, കാരണം നല്ല വെയിൽ. ഞാൻ 2-3 ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. എൻ്റെ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര വെയിലായിരുന്നു. കാരണം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നടന്നൊരു വശമായി ഞാൻ. അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ഫോട്ടോഷോ സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വെയിലടിച്ചുകൊണ്ട് കണ്ണൊന്നും കാണുന്നില്ല കേട്ടോ, വല്ലാത്ത ബുദ്ധിമുട്ട്. എൻ്റെ കണ്ണിന് വട്ടം കുറവ് പോലെയൊക്കെ വെയിലടിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും നോക്കട്ടെ. നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നോട്ടെ. ഇവിടെ കയറിയപ്പോൾ കുറച്ച് വെളിച്ചം വന്ന പോലെ കണ്ണിന്. ഇത്ര നേരം ആ വെയിലത്ത് കിടന്നുണ്ടേ. അപ്പോൾ ഇത് നല്ലൊരു സ്ഥലമായിട്ടാണ്. നല്ലൊരു കിട്ടു പ്ലേസാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്, നല്ല ഇതാണ്. ജിമ്പലെടുത്ത് ബാഗ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കൈ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ മൊബൈൽ വെയിറ്റ് ആയതുകൊണ്ട് നല്ല വേദന ഉണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. മീറ്റിംഗ് ടൈം ഇപ്പോൾ എത്രയാവും? ഇതിൻ്റെ അകത്ത് പള്ളിയുടെ അകമാണ്. അകത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. പള്ളീൻ്റെ അകത്തെ കാഴ്ചകളാട്ടാ.
ഒരുപാടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് നേരെ ക്യാമറ തിരിക്കാൻ ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നേരെ ക്യാമറ തിരിക്കാൻ മടി. എടുക്കുന്നതിന് ചുറ്റും ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കുന്നത്. അപ്പോൾ പള്ളി ഇതാണ്, ഇതൊക്കെയാണ് പള്ളിയുടെ വ്യൂ. പരമാവധി ഞാൻ വിഷ്വൽ കാണിക്കാനായിട്ട് നിങ്ങളെ നോക്കാം. കാരണം ഒരുപാട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് വരും. അതുകൊണ്ടാണ് ആൾക്കാരിൻ്റെ ഇടത്തുനിന്നൊക്കെ ഒന്ന് മാറി. ഇതാണ് പള്ളി. അവിടെ ഒരു മെമ്പർ കാണുന്നുണ്ട്. സൂം ഔട്ട് ചെയ്യുക, എന്നാലേ നല്ല വിഷ്വൽ കിട്ടത്തുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനൊക്കെ. അപ്പോൾ പള്ളിയുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്നടുത്ത് വെളിയിലോട്ട് ഇറങ്ങണം. വെളിയിൽ വെയിലായതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. എന്തായാലും ഗ്രാൻഡ് മോസ്ക് കാണണമെന്നുള്ളൊരു ആഗ്രഹം അതങ്ങ് നടന്നൊന്നുമല്ലാതെ. എന്തായാലും ഗ്രാൻഡ് മോസ്കിൽ വരാനും പറ്റി. ഇനിയും നമുക്ക് നിരവധി കാഴ്ചകൾ UAE, അബുദാബി, ഷാർജ, ദുബായ് പോലുള്ള ഏരിയകളിൽ ഇനിയും നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട്. എന്നെക്കൊണ്ടാവുന്ന വിധം നമുക്ക് എല്ലായിടവും പോകാൻ പറ്റിയില്ല എന്ന് വരും. ചില ഏരിയ എക്സ്പെൻസാണ്, ചില ഏരിയ ഫ്രീ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ പറ്റുന്ന പോലെ നമ്മളെല്ലാം വിഷ്വൽ ആക്കുന്നതായിരിക്കും. വിഷ്വൽ റെഡിയാക്കി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊന്ന് നടന്നു നോക്കാം കേട്ടോ. എന്തായാലും വന്നു. അപ്പം നോക്കിയിട്ടൊക്കെ പോകാമെന്നൊക്കെ വെച്ച്. ഇവിടെ വലിയ അത് ഡ്രസ്സിങ് റൂമാണ്. അതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഞാനപ്പോൾ അവിടെ നിന്ന് നടന്ന് വേറൊരു ഏരിയയിലെത്തി കേട്ടോ. അപ്പുറത്തെ ഏരിയയിലോട്ട് വന്നു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനൊക്കെ കൊള്ളാം. നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. അവർക്ക് നേരെ ക്യാമറ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ആ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി. അവിടെ ഭയങ്കര തിരക്ക്. ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ നല്ല തിരക്ക്, ഫാമിലീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഏകദേശമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു വെളിയിലോട്ട് ഇറങ്ങാൻ. ഇനി ഇതാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ വ്യൂ. ജിംബൽ ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് വേണ്ട, അവർ പറഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. നമ്മളത് അനുസരിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗ്രാൻഡ് മോസ്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്കും മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ പറഞ്ഞ പോലെ കമൻറ്റ് അതെന്തായാലും ഇടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.